എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ കരുതിയതാണ് ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ലോങ് വീഡിയോസ് ചെയ്യാനുള്ളൊരു കംഫർട്ടബിലിറ്റി എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയല്ലേ, എല്ലാം ഒന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പോയത് നമ്മുടെ ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. ആദ്യം തന്നെ അവിടെയുള്ള സർപ്ലസിലേക്ക് കയറി കുറേ കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ തപ്പി പിടിച്ചെടുക്കണം കേട്ടോ, നമുക്ക് കണക്കായതും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. അങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പലോട് തപ്പലാണ്. ഫുൾ കോസ്റ്റ്യൂംസും നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമ്മുടെ സൈസിനുള്ളത് അങ്ങനെ നോക്കിയെടുക്കണം, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ്യൂംസ് എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം ഇങ്ങനെ തപ്പിത്തിരയാണ് കേട്ടോ ഞാൻ. അങ്ങനെ കുറച്ചധികം നേരം തപ്പലിന് ശേഷം എനിക്ക് കുറച്ച് ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടാലും അത് നമുക്ക് ചേരുമെന്നോട് നോക്കണമല്ലോ. അങ്ങനെ ഒരു 4-5 എണ്ണം ട്രൈ ചെയ്ത് നോക്കി. അതിലെനിക്ക് ഈ കോസ്റ്റ്യൂം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കിത് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കോസ്റ്റ്യൂം എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേ ഇതെൻ്റെ കറക്റ്റ് സൈസല്ല. ഇത് അത്യാവശ്യം വലുതാണ്. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോൾ നേരെ പോകുന്നത് സുഭാഷ് പാർക്കിലേക്കാണ് കേട്ടോ. കുറച്ചധികം നാളായി സുഭാഷ് പാർക്കിലേക്ക് ഒന്ന് പോയിട്ട്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയ മടിയുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഒന്ന് പോയിട്ടൊക്കെ വരാം, കുറേ നാളായാലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സുഭാഷ് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. പോയപ്പോൾ തന്നെ അയ്യോ വല്ലാത്തൊരു കാറ്റും ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ അവിടെ പോകുമ്പോൾ. എനിക്ക് എപ്പോൾ പോയാലും സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. അങ്ങനെ അവിടെ പോയി കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു സ്ഥലത്തങ്ങ് പോയി ഇരുന്നു കേട്ടോ. കുറച്ച് നേരം, ഒരു അരമണിക്കൂർ വെറുതെ ഒന്നും ചെയ്യാണ്ട് അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ തന്നെ നല്ല വൈബാണ്. ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് റൂമിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് പിന്നെ അരമണിക്കൂറോ അതിൽ കൂടുതലൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ലേറ്റ് ആക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ആകെ രാവിലെ പുട്ടും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കരുതി എന്തായാലും ഇറങ്ങിയേക്കാമെന്ന്. അപ്പോഴത്തേക്ക് അവിടെ ക്രൗഡ് കൂടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിന് മുന്നേ അങ്ങ് സ്കൂട്ടായി കേട്ടോ. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് കളമശ്ശേരിയിലുള്ള താൽ കിച്ചണിലേക്കാണ്. ഒരു ബിരിയാണി കഴിക്കാനുള്ള കൊതി കൊണ്ട് പോയതാണ് കേട്ടോ. ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത്, പിന്നെ ഒരു ലൈം ജ്യൂസും. പക്ഷേ എൻ്റെ വിശപ്പിന് അത്രയും മതിയാവും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നേരെ കിച്ചണിലേക്ക് പോയി ഒരു ചായ കുടിക്കാനാണ് കേട്ടോ പോയത്. ചായ കുടിച്ചില്ലെങ്കിൽ വൈകിട്ടൊരു വിഷമമാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബൂസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചായ മാറ്റി ബൂസ്റ്റാക്കി. അങ്ങനെ ബൂസ്റ്റും പിന്നെ ഞാൻ പത്തിരിയും ക്രീം ബണ്ണും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെയൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഈ ലോങ് വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ഇതിന് നല്ല സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇനി ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഷോർട്സ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.